ലൈംഗിക അതിക്രമ കേസിൽ ആൾദൈവം ചൈതന്യാനന്ദ സരസ്വതി അറസ്റ്റിലായി. ആഗ്രയിൽ നിന്നാണ് ഡൽഹി പോലീസ് ചൈതന്യാനന്ദയെ പിടികൂടിയത്. ചൈതന്യാനന്ദ സരസ്വതി ഡയറക്ടറായിരുന്ന ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിലെ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലാണ് ഈ നടപടി. അജീഷ് ജയകുമാറുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഈ ആഗ്രയിൽ നിന്ന് പിടിയിലായ പ്രതിയെ ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ പ്രതിയെ ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഇയാളെ ആഗ്രയിൽ നിന്ന് ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത്. ഇയാൾ 3 ദിവസം മുമ്പ് ഈ 17 പെൺകുട്ടികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഒളിവിൽ പോയത്. ഇതിന് പിന്നാലെ പോലീസ് ഇയാൾക്കായി ഹരിയാനയിലും രാജസ്ഥാനിലും യുപിയിലും പശ്ചിമ ബംഗാളിലടക്കം തെരച്ചിൽ നടത്തിയിരുന്നു. അതിനിടയിലാണ് രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ പിടിയിലായത്. ഇന്ന് ഇയാൾ ഈ പല സ്ഥലങ്ങളിലായിട്ടാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പ്രധാനമായും ആഗ്ര, വൃന്ദാവൻ, മധുര തുടങ്ങിയ സ്ഥലങ്ങളിലായിട്ടാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അതിനിടയിലാണ് ഇന്നലെ രാത്രി പിടിയിലായിട്ടുള്ളത്. പിടിയിലാകുമ്പോൾ ഇയാളുടെ കൈവശം 3 മൊബൈൽ ഫോണുകളും ഒരു ഐപാഡും ഉണ്ടായിരുന്നു. കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെയും ബ്രിക്സിന്റെയും ഇന്ത്യൻ സർക്കാർ പ്രതിനിധി എന്ന വ്യാജ ID കാർഡും ഇയാളുടെ കയ്യിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ ഡൽഹിയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. 17 പെൺകുട്ടികളാണ്, ഇയാൾ ഡയറക്ടറായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 17 പെൺകുട്ടികളാണ് ഇയാൾക്കെതിരെ ശരീരത്തിൽ കടന്നു പിടിച്ചു തുടങ്ങിയ മോശം സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ പരാതികൾ നൽകിയത്. കൂടാതെ ഈ ശൃംഗേരി മഠം ട്രസ്റ്റും ഇയാൾക്കെതിരെ ഒരു സാമ്പത്തിക വഞ്ചന കുറ്റത്തിനും കേസ് നൽകിയിട്ടുണ്ടായിരുന്നു. 20 കോടി രൂപ സമാന്തര ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിയെന്നാണ് പരാതി. ഇതിൽ വെള്ളിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് സമീപിച്ചിരുന്നെങ്കിലും കോടതി തള്ളിയിരുന്നു. ഇയാളുടെ അക്കൗണ്ടും പോലീസ് കഴിഞ്ഞ ദിവസം ഫ്രീസ് ചെയ്തിരുന്നു. 16 ബാങ്ക് അക്കൗണ്ടുകളാണ് ഇയാൾക്കുണ്ടായിരുന്നത്. അതിൽ 8 കോടി രൂപയും ഉണ്ടായിരുന്നു. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.